സൂറത്തുൽ ജിന്ന്, ജിന്നുകളെ പറ്റി പരാമർശിക്കുന്ന ഹബീബായ നബി തങ്ങളോട് ജിന്നുകൾ സംസാരിച്ചിരുന്നതൊക്കെ വിശദീകരിക്കുന്ന ഒരു സൂറത്ത്. എന്നാൽ ഈ സൂറത്തുൽ ജിന്ന് കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ വീടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. സൂറത്തുൽ ജിന്ന് ഓതി കടങ്ങൾ വീട്ടാൻ പറ്റും. എത്ര ലക്ഷങ്ങൾ കടങ്ങളുണ്ടെങ്കിലും ശരി, അതൊക്കെ വീട്ടിൽ കിട്ടാൻ സൂറത്തുൽ ജിന്ന് മതിയെന്ന്. എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫത്ഹ് ഉണ്ടാകാനും വരുന്ന ഷെറുകൾ തട്ടിമാറാനും നമുക്ക് വലിയ ഫത്ഹും വിജയമൊക്കെ കിട്ടാൻ സൂറത്തുൽ ജിന്ന് മതിയാകുമെന്ന്. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ മനപ്രയാസം നീങ്ങാനും ഇനി ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവർക്ക് മോചനം കിട്ടാനൊക്കെ കാരണമായി തീരുന്ന ഒരു അത്ഭുത മരുന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ ജിന്ന്. സൂറത്തുൽ ജിന്നിൻ്റെ ഒട്ടനവധി നേട്ടങ്ങളും, ആരാണ് ജിന്ന്, എവിടെയാണ് ഇവരുള്ളത്, ഒരു ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. صدق الله العظيم. സൂറത്തുൽ ജിന്ന്, കുൽ എന്നതുകൊണ്ട് തുടങ്ങുന്ന മഹത്തായ സൂറത്ത്. നമുക്കറിയാം, നമ്മൾ കുല്ലുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ കുറേ കേട്ടിട്ടുണ്ട് അല്ലേ? 4 സൂറത്ത് നമുക്കറിയാം, ചെറിയ സൂറത്തുകൾ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 4 സൂറത്തുകൾക്ക് പുറമെ കുൽ എന്നതുകൊണ്ട് തുടങ്ങുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ജിന്ന്. ഖുൽ ഊഹിയ ഇലയ്യ എന്ന് തുടങ്ങുന്ന സൂറത്ത് അല്ലേ? ക്വിസ് മത്സരത്തിനൊക്കെ നമ്മൾ ചോദ്യം കേൾക്കാറുണ്ട്, കുൽ എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ് അല്ലേ? 4 സൂറത്തുകൾ നമുക്കറിയാം. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സൂറത്തുൽ ജിന്ന്. ഖുൽ ഊഹിയ എന്ന് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് 5-ാമത്തെ സൂറത്താണ്. ഈ ഒരു സൂറത്ത് ജിന്നുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ജിന്ന്? എന്തിനാണ് ജിന്നുകളെ അല്ലാഹു പടച്ചത്? അവരിപ്പോൾ എവിടെയാണുള്ളത്? എന്തുകൊണ്ടാണ് നമുക്ക് അവരെ കാണാൻ കഴിയാത്തത്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർ നമ്മളെ ഉപദ്രവിക്കുമോ? അവർ നമുക്ക് കൂട്ടാളികളാകുമോ? എങ്ങനെയാണ് അവരുടെ ജീവിത രീതികൾ? എത്ര കാലം അവർ ജീവിക്കും? എങ്ങനെയാണ്, എവിടെയാണ് അവർ താമസിക്കുന്നത്? ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി സംശയങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാവും. ജിന്നുകൾ നമ്മെപ്പോലെ അള്ളാഹു പടച്ച ഒരു സൃഷ്ടികളാണ്. അതായത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു വിഭാഗമാണ് ജിന്നുകൾ. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു പടച്ചത് അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെപ്പോലെ നാളെ ഹിസാബ് നേരിടേണ്ടി വരും അവർക്കും നാളെ സ്വർഗ്ഗ നരക എല്ലാ മേഖലകളും അവർക്കും ഉണ്ടാവും. അതായത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുണ്ടാവും, നന്മയ്ക്ക് സ്വർഗം ലഭിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം മനുഷ്യനെ പോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പടച്ചൊരു വിഭാഗം ജിന്നുകൾ. പിന്നെ എന്തുകൊണ്ട് നമ്മളെപ്പോലെ കാണാൻ പറ്റുന്നില്ല? നമ്മളെപ്പോലെ അവരോടൊപ്പം ഇടപഴകാൻ പറ്റുന്നില്ല? ജിന്നുകൾ നമ്മളിപ്പോൾ ജിന്നുകൾ നിൽക്കുമ്പോൾ പഴയ കാർട്ടൂണിലൊക്കെ കാണുന്ന വലിയ വലിയ ഭീകര രൂപത്തിൽ കൊമ്പും നാക്കും പല്ലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒരു നമ്മളെ ശൈത്താന്മാർ അല്ലെങ്കിൽ ഭൂതങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഭൂതങ്ങളെന്ന് ജിന്നുകളുടെ മലയാളം പദമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യരെ പോലെ ഭംഗിയിലല്ല ജിന്നുകളെ പടച്ചത്. ജിന്നുകളെ പല രൂപത്തിലും പടച്ചിട്ടുണ്ട്. ജിന്നുകൾക്ക് ഒരു പ്രത്യേകത കൊടുത്തിട്ടുള്ളത്, പല കോലത്തിനും കോലം മറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. തീയിനാൽ പടയ്ക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്ന് എന്ന് പറയുന്നത്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആളുകൾ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ ഈ ഷെയ്ത്താൻ അല്ലെ, ഇബ്ലീസ്, അസാസിൽ. ഷെയ്ത്താനെ ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മലക്കുകളുടെ നേതാവാക്കിയത്. ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? സാക്ഷാൽ ഇബ്ലീസ്, ഷെയ്ത്താൻ. മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. ആ ചർച്ചയൊക്കെ വിശുദ്ധ ഖുർആനിൽ ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് അല്ലാത്ത എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞിടത്തൊക്കെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മലക്കുകളെല്ലാം സുജൂദ് ചെയ്തിട്ടുണ്ട് ആദം അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ. ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇബ്ലീസിനെ അതിൽ നിന്ന് ഒഴിവാക്കി. കാരണം ഇബ്ലീസ് ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പഹയനാണ്. ഇവരെ എന്താക്കാൻ, മനുഷ്യരുടെ എതിരായി നിർത്താൻ വേണ്ടിയിട്ട് ശത്രുവായി അള്ളാഹു പടച്ചത് തന്നെയാണ്. അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണ് അല്ലേ? ഒരു ശത്രു ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനോട് തടയാൻ നിൽക്കുന്ന ഒരാളുണ്ടാകും. അതിനൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് റബ്ബിലേക്ക് അടുക്കുമ്പോഴാണല്ലോ ഏറ്റവും പവിത്രമായ മുത്തായിട്ട് റബ്ബിലേക്ക് ആ മനുഷ്യൻ മാറുന്നത്, അടുത്തു വരുന്നത്. അപ്പോൾ ഷെയ്ത്താൻ ഇബ്ലീസിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പണ്ട് മുതൽ കേട്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് കേൾക്കാത്തവർക്ക് വേണ്ടി ഒരു അറിവ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ ജിന്നുകൾ, ഈ തീയിനാൽ പടയ്ക്കപ്പെട്ട ജിന്നുകൾക്ക് അള്ളാഹു കൊടുത്തൊരു കഴിവാണ് പല കോലത്തിലും കോലം മാറും. അവർ ഏത് കോലത്തിലും മാറും. മലക്കുകളെ പോലെ തന്നെ മലക്കുകളും എന്ത് ചെയ്യും? പല കോലത്തിലാവും. പക്ഷേ പന്നിയുടെയും പട്ടിയുടെയും കോലത്തിൽ മലക്കുകൾ എന്താവില്ല, രൂപം മാറില്ല. ബാക്കി എല്ലാ രൂപത്തിലും മാറും. പക്ഷേ ജിന്നുകൾ എന്ത് ചെയ്യും? ആ കോലത്തിലും മാറും.
പന്നിയും പട്ടിയും പഴുതാരയൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് മാറാൻ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അവരെവിടെയാണ് താമസിക്കുന്നത്? ജിന്നുകൾക്ക് എവിടെയാണ് താമസം? ആദ്യം ഭൂമിയുടെ മുകളിൽ തന്നെയായിരുന്നു ജിന്നുകൾ ഉണ്ടായിരുന്നത്. ഭൂമിയുടെ മുകളിൽ അവർക്ക് സ്വൈര്യ വിഹാരം നടത്താനുള്ള ഒരു അവസ്ഥ അള്ളാഹു കൊടുത്തിരുന്നു. പക്ഷേ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകൾ, പരസ്പരം അടിയും വഴക്കും കലഹമൊക്കെ ഉണ്ടാക്കി രക്തം ചൊരിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അവരെ നശിപ്പിക്കാൻ, ഭൂമിയുടെ പുറത്തു നിന്ന് നീക്കം ചെയ്യാൻ എന്ത് ചെയ്തു? മലക്കുകളോട് ഓർഡർ ഇട്ടു. ഇതുകൊണ്ട് തന്നെയാണ് ഖുർആൻ അവതരിച്ച് എന്ത് ചെയ്യുക, മനുഷ്യനെ ഞാൻ പടയ്ക്കട്ടെ എന്ന് മലക്കുകളോട് അള്ളാഹു ചോദിച്ചപ്പോൾ മലക്കുകൾ മറുപടി കൊടുത്തത് എന്ത്? ഇങ്ങോട്ട് ചോദിച്ചത്, അള്ളാഹുവെ, വീണ്ടും ഭൂമി രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു വിഭാഗത്ത് നീ പടയ്ക്കാൻ പോകണം. വൈദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാനൊരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ ഭൂമിയിൽ പടയ്ക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. പക്ഷേ ഖുർആൻ വിശദീകരിക്കേണ്ട ചരിത്രം എന്ത്? അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ, വീണ്ടും ഭൂമി രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന ഒരു വിഭാഗത്തിൽ ഉണ്ടാക്കുകയാണോ? ഞങ്ങൾ പോരെ നിനക്ക് തസ്ബീഹും തഹ്മീദും ഒക്കെ ചെല്ലാനെന്ന്, ഇല്ലേ? അപ്പോൾ ആദ്യം ഇവിടെ കലഹം ഉണ്ടാക്കിയിരുന്ന ഒരു വിഭാഗമാണ് ആര്? ജിന്നുകൾ. പിന്നെ അവരെ തുരത്തി മാളങ്ങളിലേക്ക്, ഒഴിഞ്ഞ ദ്വീപുകളിലേക്ക്, ജനവാസം മനുഷ്യന് വസിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്തു? അവർ ഒഴിവാക്കി. ഭൂമിയുടെ മുകളിൽ സ്വൈര്യവിഹാരം നടത്താനുള്ള ഒരു ചാൻസ് ഭൂമിയുടെ മുകളിൽ ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്ക് സാധാരണ ഇപ്പം മനുഷ്യൻ ഭൂമിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ അവർക്ക് ഭൂമിയിൽ കൈകാര്യം ചെയ്യാൻ, സ്വൈര്യവിഹാരം നടത്താൻ പറ്റുന്ന ഒരു കോലത്തിൽ നിന്നും അവരെ മാറ്റി. അപ്പോൾ മനുഷ്യന് കാണാൻ പറ്റാത്ത രൂപത്തിലേക്ക് അദൃശ്യരാക്കി അവരെന്ത് ചെയ്തു? ഒഴിവാക്കി, ഇല്ലേ? മനുഷ്യന് ജിന്നുകളെ പെട്ടെന്ന് കാണാൻ കഴിയില്ല. എന്നാൽ ജിന്നുകളുമായി സഹവാസം നടത്താൻ മനുഷ്യന് സാധിക്കും, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. ഹബീബ് നബി തങ്ങൾ ജിന്നുമായി സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്രയോ മഹത്തുക്കളായ മുൻഗാമികൾ ജിന്നുകളുമായി സംസാരിച്ചിരുന്നത് ഖുർആൻ പറയുന്നുണ്ട്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടാളം ജിന്നുകളുടെ പട്ടാളം ഉണ്ടായിരുന്നു. അപ്പോൾ ജിന്നുകളുമായിട്ട് മനുഷ്യൻ ഇടപഴകാനൊക്കെ സാധിക്കും. എന്നാൽ അവർക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ളൊരു ഇടമല്ലാതെ ഭൂമി എന്ത് ചെയ്തു? ഒഴിവാക്കി മാറ്റി. ജിന്നുകൾ ഇപ്പോൾ വസിക്കുന്ന അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളെ പറ്റി പറയുന്നത് കബറുകളിൽ ഉള്ള, അല്ലെങ്കിൽ എല്ലുകൾ, ഈ ചത്ത ജീവികളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെയൊക്കെ എല്ലുകളിൽ അള്ളാഹു അവർക്ക് ഭക്ഷണം എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന. അവരുടെ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്ന ആ എല്ലുകളിലാണ്. ഒരിക്കൽ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ മലമൂത്ര വിസർജനത്തിന് ശേഷം എല്ലുകൾ കൊണ്ട് മനോഹരം ചെയ്യുന്നത് കണ്ടപ്പോൾ, അതായത് ശുദ്ധീകരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിലക്കി. അത് കാരണം നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് ജിന്നുകൾ പരാതി പറഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാം. എന്തേ? ഞങ്ങളുടെ ഭക്ഷണത്തെ ആര് ദുരുപയോഗം ചെയ്യുന്നു? തങ്ങളുടെ അനുയായികൾ ദുരുപയോഗം ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. എന്ത്? എല്ലുകൾ കൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല എന്നാക്കി. കല്ലുകൾ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്, കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ചെയ്യാൻ അനുവാദമുണ്ട്, ഇല്ലേ? മൂത്രവിച്ചാലൊക്കെ ശുദ്ധിയാക്കാൻ അനുവാദമുണ്ട്. എന്നാൽ എല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്തേ? അതിൽ അവർക്ക് അല്ലാഹു ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അവരുടെ ഭക്ഷണ ക്രമീകരണം അങ്ങനെയൊക്കെയാണ്, ഇല്ലേ? ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക, ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഇതിലൊക്കെ 10 മടങ്ങ് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ആർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്? ഈ ജിന്നുകൾക്ക് അല്ലാഹു 70ഓളം വരുന്ന കുഞ്ഞുങ്ങളെ ഒരു പ്രസവത്തിൽ തന്നെ പ്രസവിക്കാനുള്ള കഴിവ് ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത്രയും എന്ത് ചെയ്യുക, അതായത് അവരുടെ പോപ്പുലേഷൻ കൂടുതലാണ്, ഇഷ്ടംപോലെ ഉണ്ട്, അവരുടെ പോപ്പുലേഷൻ കൂടുതലാണ്. പക്ഷേ അവർക്ക് ജീവിക്കാനുള്ള വകയും അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഭൂലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു വിഭാഗമാണ് ജിന്നുകൾ. അവരുടെ കൂട്ടത്തിൽ നല്ലതും ചെയ്തതുമുണ്ട്. ഞാൻ ഈ ജിന്നുകളെ പറ്റി മൊത്തത്തിലൊന്ന് പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളുണ്ടെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ്, ഇല്ലേ? അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, നമ്മളെപ്പോലെ തന്നെ നല്ല ആളുകൾ, മനുഷ്യരുടെ കൂട്ടത്തിലുള്ളതുപോലെ തന്നെ നല്ല ആളുകളും മോശപ്പെട്ട ആളുകളും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. നല്ല ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം കണക്കാക്കിയിട്ടുണ്ട്. മോശപ്പെട്ട ആളുകൾ ശൈത്താൻ്റെ ഇബ്ലീസിൻ്റെ അനുയായികളായിട്ട് മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി നടക്കുന്ന തെമ്മാടികളായിട്ട് അവരുണ്ട്. അവർക്ക് അല്ലാഹു നരകവും കണക്കാക്കിയിട്ടുണ്ട്, ഇല്ലേ? അല്ലാഹു ആ മോശപ്പെട്ടവരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ. ഈ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ തെമ്മാടികളായ ആളുകൾ, താന്തോന്നികളായി നടക്കുന്നവരാണ് ശൈത്താൻ്റെ അനുയായികൾ, സാക്ഷാൽ ഇബ്ലീസിൻ്റെ അനുയായികളായ ശൈത്താന്മാർ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സൂറത്തുൽ ജിന്നിനെ പറ്റി സംസാരിക്കുക, ജിന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു ലോകമാണ് അവരെ പറ്റി സംസാരിക്കാൻ തന്നെ എത്ര സംസാരിച്ചാലും തീരാത്തത്ര. ഇങ്ങനെ വിശാലമായ അവരുടെ സിഫാത്തുകളും അവരുടെ രൂപങ്ങളും അവരെ പടയ്ക്കപ്പെട്ട രീതിയും ഒക്കെ ഇങ്ങനെ മഹാന്മാർ വിശദീകരിക്കേണ്ട കിതാബുകൾ തന്നെയുണ്ട്. ജിന്നുകളെ പറ്റി പറഞ്ഞ കിതാബുകൾ തന്നെയുണ്ട്. വിശാലമായി നമ്മുടെ വീഡിയോയിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം, അല്ലേ? ഇനി സൂറത്തുൽ ജിന്ന്, വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ ജിന്ന്, നമ്മുടെ കടങ്ങൾ വീഴാൻ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്താൽ മതിയാവും. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അദാഇൽ ഖുറൂദി, മഹാന്മാർ പറയുകയാണല്ലേ, അദാഇൽ ഖുറൂദി, ഖർദുകൾ, നമ്മുടെ കടങ്ങൾ വീടാൻ വേണ്ടി ഇഖ്റ സൂറത്തുൽ ജിന്ന് നീ പാരായണം ചെയ്തോന്നാ. ജിന്ന് സൂറത്ത് പാരായണം ചെയ്താൽ യുഖ്ളാ ദൈനുക്ക്, നിന്റെ കടം എന്ത് ചെയ്യും? വീട്ടപ്പെടുന്നതാണ്. എത്ര കടം ഉണ്ടെങ്കിലും അത് വീട്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇനി ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകൾ, അവർക്ക് മോചനം കിട്ടാൻ, എത്രയോ ആളുകൾ അങ്ങനെ പറഞ്ഞവരുണ്ട്, അവർക്ക് മോചനം കിട്ടാനുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞത് ഇഖ്റഉ സിജീൻ സൂറത്തുൽ ജിന്നി ഫയഖ്റുജു മിൻ സിജ്നിഹി, അവൻ
എന്ത് ചെയ്യും, ഈ സിജ്ജീനായ ആൾ, അതായത് ജയിലിൽ കിടക്കുന്ന ആളുകൾ അവർ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ജയിലിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കുന്ന. അപ്പോൾ നമ്മുടെ അകാരണമായിട്ടൊക്കെ ജയിലിൽ കിടക്കുന്ന ആളുകൾ ആരെങ്കിലും നമ്മുടെ കുടുംബാദികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യുക, നിങ്ങളുടെ സൂറത്തുൽ ജിന്ന് കഴിവിൻ്റെ പരമാവധി ഇത് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സൂറത്തുൽ ജിന്നിൻ്റെ ഒരു ഏട് അവർക്ക് കൊണ്ട് കൊടുക്കുക. അവരോട് ഇന്ന് പാരായണം ചെയ്യട്ടെ, ഉദു എടുത്തിട്ട് പാരായണം ചെയ്യട്ടെ. അവിടെ ഒരുപാട് സമയം ചിലപ്പോൾ വെറുതെ കിട്ടും. ആ സമയത്ത് അവർ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വഴി അള്ളാഹു തുറന്നു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇടങ്ങേർ നമ്മളെ ശല്യം ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, കാവൽ കിട്ടാനുള്ള ഒരു വഴിയായി സൂറത്തുൽ ജിന്ന്, ഇഖ്റ സൂറത്തുൽ ജിന്ന് അവൻ പാരായണം ചെയ്യട്ടെ എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നതായി കാണാം. എപ്പോൾ ഈ ഇടങ്ങേറുണ്ടാക്കുന്ന ആളുകൾ അവരിൽ നിന്ന് ഷെറിൽ നിന്നും രക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി ലിദഫ്ഇൽ ഹുസ്നി ഇഖ്റഉൽ മഹ്സൂൻ സൂറത്തുൽ ജിന്നി ഫയദ്ഹബു ഹുസ്നുഹു എന്ന ഒരു മനുഷ്യൻ അയാൾ മനപ്രയാസമുണ്ട് എങ്കിൽ അവൻ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്താൽ അവൻ്റെ ആ മനസ്സിൽ നിന്നും പ്രയാസം നീക്കി കൊടുക്കുന്ന ഇതുപോലെ ഒട്ടനവധി നേട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വളരെ ചെറിയൊരു സൂറത്താണ് കേട്ടോ, ഓതാനൊക്കെ എളുപ്പമുള്ള മനോഹരമായി ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങളിലേക്ക് എത്തിച്ചേരും. അല്ലാഹു പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പതിവാക്കാൻ നമുക്കൊക്കെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.